കൗൺസിലർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് യുവാവിനെ കൗൺസിലർ മർദ്ദിച്ചതായി പരാതി. പരവൂർ തെക്കുഭാഗം ഷാൻ സിറാജിനെയാണ് പരവൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ മർദ്ദിച്ചതായി പരാതി. പരവൂർ തെക്കുംഭാഗം സ്കൂൾ ഗ്രൗണ്ടിന് സമീപം താമസക്കാരനായ ഷാൻ സിറാജിനാണ് പരവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ കൗൺസിലർ മർദ്ദിച്ചതായി പരാതി. ബന്ധുവിനോടൊപ്പം ഗ്രൗണ്ടിന് സമീപം നിന്ന് ഷാൻ സിറാജിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ചോദ്യം ചെയ്യുകയും പ്രകോപിതനായി കൗൺസിലർ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരവൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മർദ്ദനത്തിൽ കാലിന് പരിക്കേറ്റ നെടുങ്കോളം ഗവൺമെന്റ് രാമറാവു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയെങ്കിലും അസഹ്യമായ വേദനയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ഒരുങ്ങുകയാണ് ഷാൻ സിറാജിന്റെ കുടുംബം. ഷാൻ സിറാജിനെ മർദ്ദിച്ചത് രാഷ്ട്രീയ പകരപ്പോക്കലാണെന്നും ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധി തന്നെ ഗുണ്ടാപ്പണി ചെയ്തത് ഭരണത്തിന്റെ അഹങ്കാരമാണെന്നും KPCC അംഗം നെടുങ്കോളം രഘു പറഞ്ഞു. ഷാൻ സിറാജ് എന്ന് പറഞ്ഞ പയ്യൻ ഒരു LDFന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച ഒരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ കൗൺസിലറാണ് ഈ സനൽ എന്ന് പറയുന്ന കൗൺസിലർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ വാർഡിൽ കാര്യമായി നടക്കുന്നില്ലെന്നും പ്രത്യേകിച്ച് ഒരു പറ്റം ആൾക്കാർ ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം പൂർത്തിയാകാത്തതുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അവിടുത്തെ ചെറുപ്പക്കാരുടെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാൻ സോഷ്യൽ മീഡിയയിൽ എന്തോ കൗൺസിലർക്കെതിരെ വിട്ടു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തിനെ മൃഗീയമായി ഈ കൗൺസിൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ ഒരു വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ കൗൺസിലർ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഗൂണ്ടാപ്പണി ചെയ്യുന്നത് അംഗീകരിക്കുന്നത് ശരിയല്ല. ജനാധിപത്യത്തിന് ഒരു പ്രതിഷേധം കാണിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ള തടസ്സം ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. ഭരണത്തിൻ്റെ അഹങ്കാരമാണെന്ന് വിചാരിക്കുന്നു. കാര്യം പോലീസൊന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല എന്നുള്ളതുകൊണ്ടാണ്. വളരെ പാവപ്പെട്ട വീട്ടില പയ്യനാണ്. ഞാനും കൂടി അടികൊണ്ട ഈ പയ്യൻ ഞാനും കൂടിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തതും ഡോക്ടറെ കാണിച്ചതും. അപ്പോൾ നെടുങ്കോളം ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ ചികിത്സ കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ OP ഇല്ലാത്തതുകൊണ്ട് നാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.